ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ടെലിഫോണിൽ സംസാരിച്ച് ഡൊണാൾഡ് ട്രംപ് ഏപ്രിലിൽ ചൈനയും തായ്വാനും സന്ദർശിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യം, സൈനിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. അമേരിക്കയിൽ നിന്നും സോയ വിമാന എഞ്ചിനീയർ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് സംസാരിച്ചുവെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായ ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ചൈനയുമായി ചൈനീസ് പ്രസിഡന്റുമായി ഷീ ജിൻ പിങ്ങുമായി ടെലിഫോണിൽ സംസാരിച്ചു ഡൊണാൾഡ് ട്രംപ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ചൈനയും അമേരിക്കയും തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാണ്. അത് മാത്രമല്ല, ഏപ്രിൽ ട്രംപ് ചൈനയും തായ്വാനും സന്ദർശിക്കുമെന്ന് കൂടി ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ചൈന സന്ദർശിക്കുന്നു, ചൈനീസ് പ്രസിഡന്റുമായി ഷീ ജിൻ പിങ്ങുമായി ട്രംപ് സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ തന്നെയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള വാർത്ത കൂടിയാണ്. ട്രംപ് തന്നെയാണ് ഈ വിവരം സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് തൻ്റെ മികച്ച സുഹൃത്താണ് ഷീ ജിൻ പിങ്. വ്യക്തിപരമായി ഷീ ജിൻ പിങ് തനിക്ക് മികച്ച സുഹൃത്താണ്. ചൈന തൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് എന്ന് കൃത്യമായി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാനഡയുമായി ബന്ധപ്പെട്ടാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാനഡ ചൈനയുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ കാനഡയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചൈനയുമായി അടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിലെ ഒരു തന്ത്രപരമായ നീക്കം നമുക്ക് അതിൻ്റെ ആ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പറയാതെ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളും അതിലുണ്ട്. എങ്കിലും മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് മാർക്ക് കാർണി ചൈന സന്ദർശിച്ചത്, ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, മറ്റ് പല നിലപാടുകളും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, സോയ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് സോയ എണ്ണക്കുരു എന്ന രീതിയിലും അതുപോലെ തന്നെ അല്ലാത്ത രീതിയിലുമെല്ലാം തന്നെ ഇറക്കുമതിയായി ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇറക്കുമതി ചൈന നടത്തുമെന്നും അതുപോലെ തന്നെ വിമാന എഞ്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ചൈനീസ് ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ ചൈനയുമായുള്ള വ്യാപാര ബന്ധം കുറെ കൂടി ശക്തമാക്കാനുള്ളൊരു നീക്കം നടത്തുകയും ആ വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിലൂടെ സ്വാഭാവികമായും കാനഡയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ചില ബാർഗെയിനിങ് അല്ലെങ്കിൽ ചില വിലപേശലുകൾ നടത്താനുള്ളൊരു നീക്കം തന്നെയാണ്. അത്തരത്തിലുള്ള വിലപേശലിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ കൂടി ഭാഗമാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് കാനഡയെ ഒരു ഡ്രോപ്പ് ഓൺ പോർട്ടായി കാണാൻ ചൈന ശ്രമിക്കുന്നു, അതുവഴി ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഈ ഒരു തന്ത്രപരമായ നീക്കം നടത്തിയിരിക്കുന്നത്, ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയവും പ്രത്യേകമായ ഒരു വിഷയവുമാണ്. മാത്രമല്ല, പിന്നീട് പ്രതിരോധ രംഗത്തെ സഹകരണം അതുപോലെ ഇത്തരത്തിലുള്ള നിരവധിയായ അന്താരാഷ്ട്ര ധാരണകളുടെ കാര്യത്തിലും ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭാരതവുമായുള്ള ബന്ധം സ്വാഭാവികമായും ചൈനയ്ക്ക് ശക്തമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയെയും ചേർത്ത് പിടിക്കുക എന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ പല തന്ത്രങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചാണ് ട്രംപിൻ്റെ ഒരു നിലപാട് സമൂഹ മാധ്യമ പോസ്റ്റിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ചൈനീസ് പ്രസിഡന്റ് ആത്മസുഹൃത്താണ് അല്ലെങ്കിൽ മികച്ച സുഹൃത്താണ്. ചൈനയുമായുള്ള ബന്ധം തുടരാൻ തൻ്റെ രാജ്യം ആഗ്രഹിക്കുന്നു. ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വോളിയം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. അത്തരത്തിലുള്ള നിരവധിയായ നിലപാടുകൾ അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമം പോസ്റ്റിൽ കുറിക്കുന്നത് കാനഡയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും അതേസമയം തന്നെ ഏതു തരത്തിലും സ്വന്തം നിലനിൽപ്പിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെയും സൂചനയായി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കത്തെ നിരീക്ഷിക്കുന്നുണ്ട്.